ഹായ് ഓൾ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അക്കാഡമിക് മെന്റർ ആണ്. അപ്പോൾ നമ്മൾ ഡിസംബർ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഗോളിലേക്ക് ഒരു അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു എക്സാം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബികോം ജിയുടെ സെക്കൻഡ് ഇയറിന്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഇഗ്നോ എക്സാംസ് നമുക്കറിയാം, നമ്മളിപ്പം ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് എഴുതിയത് കൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. എങ്കിലും നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്സും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ട കുറച്ച് ടിപ്സും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മൾ ബികോം ജി സെക്കൻഡ് ഇയറിൻ്റെതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡയനമിക്സ്. ഇഗ്നോയുടെ എക്സാം എങ്ങനെയാണ് വരുന്നത്, എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ് എക്സാം സ്ട്രക്ചർ ആണ്. നമുക്കറിയാം എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൂടുതലും ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ബേസിസിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു മോഡലിൽ നമ്മൾ പഠിച്ചു പോവുക. അതേപോലെ തന്നെ യൂഷ്വലി നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അറൌണ്ട് ഒരു 10 മാർക്സിന്റെ 20 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും. 20 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ കൺക്ലൂഷനും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. എക്സാം ഒരു സ്ട്രക്ചർ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ. നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇഗ്നോയിൽ അവർ അലോട്ട് ചെയ്തിരിക്കുന്നത് ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ട് ക്രെഡിറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്. ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ടൈമിനെയാണ് അവർ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കാൻ നമ്മൾ എത്ര അവേഴ്സ് ഓഫ് സ്റ്റഡി എടുക്കണം എന്നുള്ളതാണ് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻസിനകത്ത് പറയുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ്. അപ്പൊ ഒരു സബ്ജക്ട് ഇപ്പം 6 ക്രെഡിറ്റ് പോയിന്റ്സ് ഉള്ള ഒരു സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു ക്രെഡിറ്റിന് 30 അവേഴ്സ് വെച്ചിട്ടാവുമ്പോൾ 6 ക്രെഡിറ്റ്സിന് 6 × 30 നോക്കിക്കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ടൈം എന്ത് ചെയ്യണം, ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻസിനകത്ത് അവർ പറയുന്നത്. അതിൽ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 സബ്ജക്ട്, അല്ലെങ്കിൽ ബികോം ജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് വരുന്ന 3 സബ്ജക്ട്സ് ആണുള്ളത്. ഒന്ന് BCOC 135 കമ്പനി ലോയെ, BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പൊ ഈ 3 പേപ്പേഴ്സ് ആണ് അതിനകത്ത് ക്രെഡിറ്റ് പോയിന്റ്സ് വളരെ കൂടുതലുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ അതിനനുസരിച്ച് ക്രെഡിറ്റ് പോയിന്റ്സ് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. എങ്കിലും ഈ 3 സബ്ജക്ട്സിന്, കമ്പനി ലോയ്ക്ക്, ഇൻകം ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസിന്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്, ഈ 3 പേപ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടൈം കൂടുതൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 8 to 9 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത്. അതിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും 5 എണ്ണം ആയിരിക്കും നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്നത്. ഇപ്പം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പോലെയുള്ള പ്രോബ്ലം പേപ്പേഴ്സിനകത്ത് നമുക്ക് എന്താണ് പ്രോബ്ലംസും ചോദിക്കാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതിനകത്ത് ചോദിക്കാം. അപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. ജസ്റ്റ് ഒരു ഇതിൽ പഠിച്ചു പോകാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോവുകയും ചെയ്യുക. അപ്പൊ പിന്നെ അതേപോലെ തന്നെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേണും കാര്യങ്ങളും മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു ടെൻസ്ഡോ കാര്യങ്ങളോ ഒന്നും ആവാതെ നമുക്ക് കൃത്യമായിട്ട് എക്സാമിനെ സമീപിക്കുന്നതിനും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട 3 പേപ്പേഴ്സ് ആണ് കമ്പനി ലോ, ഇൻകം ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഇത് മൂന്നിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് കുറച്ചും കൂടെ ഫോക്കസ് കൂടുതൽ കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് നമ്മുടെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആണ്. നമ്മളൊരു സബ്ജക്ട് എടുക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം അലോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അതിൽ നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആയിരിക്കും നമുക്കിനകത്ത് വരുന്നത്. അതിൽ കോർ കൊമേഴ്സ് പേപ്പേഴ്സ്, കൊമേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ നമുക്ക് ഒരു ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പേപ്പേഴ്സ് ആണ് കോർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ്, സ്കിൽ ബേസ്ഡ് ആയിട്ട് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സും ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അതിൽ കോർ കൊമേഴ്സ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതെന്നുള്ളതും. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് പോയിന്റ് കൂടുതലുള്ള കമ്പനി ലോ ആണ് ഫസ്റ്റ് കോർ പേപ്പർ എന്ന് പറയുന്നത്. BCOC 135 കമ്പനി ലോ ആണ്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട്, ഇൻകോർപ്പറേഷന്, ടൈപ്സ് ഓഫ് കമ്പനീസ് ആൻഡ് മീറ്റിംഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിന് ഫോക്കസ് കൂടുതൽ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെയും ഓഡിറ്റേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റീസും റോൾസും എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് പ്രോബ്ലം പേപ്പർ, ഒരു തിയറി പേപ്പർ ആണ്. സോ നമ്മൾ തിയറീസ് എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ റിയൽ ലൈഫ് ഇൻസിഡൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ് എന്നുള്ള പേപ്പറാണ്. ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്നുള്ള പേപ്പർ ആണ് വരുന്നത്. അതിൽ BCOC 136, അതിനകത്ത് ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ്, പിന്നെ വരുന്നത് ഡിഡക്ഷൻസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ, അത് പല ഇൻകത്തിന്റെ വേരിയസ് ഹെഡ്സിന്റെ അണ്ടറിൽ, സാലറിയുടേത്, ഹൗസിൻ്റെത്, പ്രോപ്പർട്ടിയുടേത് ഒക്കെ അണ്ടറിൽ നമുക്ക് വരുന്ന ടാക്സ് പ്രൊസീജിയേഴ്സും ഇൻകം ടാക്സിന്റെ ആ ഒരു വേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടേഷനും ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പർ ആണ്. സോ നമുക്ക് അതിനകത്തുനിന്ന് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ഡെയിലി ബേസിസിൽ നമ്മൾ അതിന്റെ ടാക്സ് കാൽക്കുലേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ടാക്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ സാലറിയിലെ എങ്ങനെയാണ്, ഇൻകം ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ്, ഹൗസ് പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോർ പേപ്പർ ആണ് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പ്രോബ്ലം പേപ്പർ ആണ്. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതിനകത്ത് നമുക്ക് കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചും, അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, ഇതെല്ലാം നമുക്ക് എന്തിനകത്ത് വരുന്നതാണ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നതാണ്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തിയറീസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, തിയറീസും പ്രോബ്ലംസും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു മുൻതൂക്കം കൂടുതൽ നമ്മൾ എന്തിനു കൊടുക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇതിനെല്ലാം നമ്മൾ ടൈം കൂടുതൽ അലോട്ട് ചെയ്യേണ്ട സബ്ജക്റ്റുകളാണ് ഈ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു പ്രോബ്ലം പേപ്പർ ആണ്. കോസ്റ്റ് കോൺസെപ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റിംഗ്, ലേബർ കോസ്റ്റിംഗ്, അതേപോലെ തന്നെ ഓവർ ഹെഡ്സ്, ഇതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമുക്ക് അതിനകത്ത് പ്രോബ്ലംസ് ചോദിക്കുന്നത്. പിന്നെ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്താണ്, പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ തിയറീസും അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പൊ ഈ 4 സബ്ജക്റ്റ് ആണ് നമുക്ക്
മെയിൻ ആയിട്ടും എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കമ്പനി ലോയ, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഇത് 4 നമ്മുടെ കോർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് ക്രെഡിറ്റ് പോയിന്റ്സ് കൂടുതൽ വരുന്നതും. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട 4 സബ്ജക്റ്റുകളാണ് ഈ 4 സബ്ജക്റ്റുകൾ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആണ്. സ്കിൽ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ആയിട്ട് വരുന്നതിൽ ഒന്ന് നമ്മുടെ BEGLA 137 ആണ്. ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. നമുക്ക് ലാംഗ്വേജ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എസ്സേ റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ റൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. അപ്പൊ ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജിന് കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു കാര്യങ്ങൾ ഏകദേശം നമുക്ക് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വണ് BCOLA 138 ആണ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ബിസിനസ് ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽസ്, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, പ്രസന്റേഷൻസിന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ചായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു തിയറി പേപ്പർ ആണ്. തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എന്താ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാൻ കാണാതെ പഠിക്കാതിരിക്കുക. കാണാതെ പഠിക്കാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാതെ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മനസ്സിലാക്കി പഠിച്ചു വെച്ചതിന് ശേഷം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതുകൊണ്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പർ ആണ്. അതിനനുസരിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ്, BCOS 183. അതിനകത്ത് നമുക്ക് MS ഓഫീസ്, എക്സൽ, വേർഡ്, പവർ പോയിന്റ് അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ്, ഡേറ്റാബേസ് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബിസിനസ്സിനകത്ത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പേപ്പേഴ്സ് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ആൻസേഴ്സ് എഴുതി പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വരുന്നത്. സോ അതിന് നമ്മൾ ഈ പറഞ്ഞ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രസന്റേഷൻ ചെയ്യുന്നതും സ്പ്രെഡ്ഷീറ്റ്സിനും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അടുത്തതാണ് BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ. ഇ കൊമേഴ്സ് മോഡൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേയ്മെന്റ് സിസ്റ്റം, അതേപോലെ തന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കുറച്ച് എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഫോക്കസ് ഏരിയാസ് എല്ലാം നമ്മൾ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഡയഗ്രാംസ് ഒക്കെ വരച്ച് നമുക്കൊരു കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ്, ഇപ്പൊ B2B കണക്ഷൻസ്, B2C കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ മോഡൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയഗ്രാംസോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ 4 നമ്മുടെ കോർ കൊമേഴ്സ് പേപ്പേഴ്സ് വരുന്നത്, 4 നമ്മുടെ സ്കിൽ ബേസ്ഡ് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നുണ്ട്. ഇൻകം ടാക്സ് പ്രാക്ടീസ് ആൻഡ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് 3 പേപ്പേഴ്സ് നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സോ ആ 3 പ്രോബ്ലം പേപ്പേഴ്സിന് നമ്മൾ കൂടുതൽ ടൈം അലോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നതൊക്കെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ, ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ പഠിച്ചു, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചൊരു പ്രോബ്ലം കാണുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ മിനിമം ഒരു 2 പ്രോബ്ലംസ് വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനകത്തൊന്നും മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് ടൈം അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുകയും ചെയ്യാം.
നമ്മൾ പാർട്ട് 3-ലെ ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് നോക്കുന്നത്. ജനറൽ സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളെ ഒരു ജനറലി നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റഡി ടിപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ് പ്ലാൻ യുവർ സ്റ്റഡീസ് എന്നുള്ളതാണ്. പ്ലാൻ യുവർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെഷൻ കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തരും. ആ ഒരു ടൈം ടേബിളിനകത്തുണ്ട് നമ്മൾ ഓരോ ദിവസവും ഏത് സബ്ജക്ട് പഠിക്കണം, അതിന്റെ ഏത് യൂണിറ്റ് പഠിക്കണം, ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് വന്ന പല സ്റ്റുഡൻസിനും അത് ആക്റ്റീവായിട്ട് തന്നെ അതിനകത്തെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനിയിപ്പോ നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റഡീസ് പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ഏതിനാണ് കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതിനാണ് സമയം കുറച്ച് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇനിയുള്ള ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് യൂസ് ഡയഗ്രാംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. നമ്മൾ കൂടുതലും എന്താ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും ഒക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ അതിനെ ഡയഗ്രാംസ് ആയിട്ടോ ഫ്ലോ ചാർട്ട്സ് ആയിട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് പേപ്പേഴ്സിനകത്ത് ഇപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ 3 പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നുണ്ട്. സോ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. ജസ്റ്റ് വായിച്ചു നോക്കി വിടാതെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക, അത് സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മസ്റ്റ് ആയിട്ട്. നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എങ്കിലും എന്താണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പൊ നമുക്കിവിടെ ലേൺ വൈസിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഈ എക്സാം എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ടൈം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏത് രീതിയിൽ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാത്ത സ്റ്റുഡൻസും മറ്റ് സ്റ്റുഡൻസും എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതുക. ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത ബോഡി പാർട്ടിനകത്ത് വരേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. അപ്പം പോയിന്റ് വൈസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് എഴുതി കഴിഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് റിയൽ ലൈഫ് ഇൻസിഡൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എക്സാംസിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ടോട്ടൽ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മളൊരു കൺക്ലൂഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതേപോലെ തന്നെ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തു. എക്സാം ഡേ വന്നു. എക്സാം ഡേയിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ എക്സാംസ് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനിയും പറയുന്നത്. ഫസ്റ്റ് വണ് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിന് നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ആ 3 hours എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതായത് നമ്മളിപ്പോ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര സമയമാണോ അലോട്ട് ചെയ്യുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സാംസ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മൾ ആ ടൈമിനനുസരിച്ച് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ടൈമും കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബാക്കിയുള്ളത് എഴുതാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അതില്ലാതെ നമ്മൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്കറിയാം
അറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ, നമുക്കതിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് എനിക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ, കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യമേ എഴുതി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പേ നമ്മളൊരു മാക്സിമം ഒരു ഹാഫ് ആൻ അവറിന് മുമ്പേ എങ്കിലും നമ്മുടെ എക്സാം ഹാളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് നേരം ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എന്താ ഒരു എക്സാം നമുക്ക് കൂളായിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്ഫുൾ ആവും. നമ്മൾ പെട്ടെന്ന് വന്നിച്ച് ഒരു 5 മിനിറ്റ് എക്സാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പേ വന്ന് ഒരു ഹറിബറി ആയിട്ട് പോയി എക്സാംസ് എഴുതുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണ് നിങ്ങളൊരു ഹാഫ് ആൻ അവർ മുമ്പേ ചെന്ന് കഴിഞ്ഞ് കാമായിട്ട് ഇരുന്ന് നമുക്ക് കൂളായിട്ട് എക്സാംസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി കൃത്യമാക്കി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ലാസ്റ്റ് ഒരു 10 or 15 മിനിറ്റ്സ് നമ്മൾ ആ ഒരു റീചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നെക്സ്റ്റ് എഫക്റ്റീവ് പ്രസന്റേഷൻ ആണ്. നമ്മളിപ്പോ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാം എഴുതുന്നത് ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് കണക്ട് ആവണം. നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തായിരിക്കണം, മനസ്സിലാവണം. അപ്പൊ നമ്മളത് എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുള്ളതിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സോ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ മിസ്റ്റേക്സ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ വര ഇട്ടിട്ട് നമ്മൾ ആ മിസ്റ്റേക്കിനെ മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരയിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോ പോയിന്റ്സോ സബ് പോയിന്റ്സോ ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്, ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ്, വാലുവേറ്റ് ചെയ്യുന്ന ആളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഓക്കെ ഇന്ന പോയിന്റ്സ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അവർക്കും സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫൈനൽ ടിപ്സ് ആയിട്ട് പറയുന്നത്, നമ്മളിപ്പോ ഇത്രയും നാളത്തെ നമ്മുടെ ഒരു കഷ്ടപ്പാടാണ്. നമ്മളൊരു 1 ഇയർ ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അസൈൻമെന്റ്സ് എഴുതിയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പാതി വഴിയിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു 1-2 ദിവസം പഠിച്ചു, ഇനിയിപ്പം എക്സാമിന്റെ തലേന്നാവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് വെച്ചിരിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, റെഗുലർ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, റെഗുലർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെല്ലാം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ടേക്ക് ബ്രേക്സ് ടു റിഫ്രഷ് യുവർ മൈൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ഫോക്കസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ കണ്ടിന്യൂസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു 45 മിനിറ്റ്സ് ഓർ 1 അവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നടന്ന് ഒന്ന് റിഫ്രഷ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ റിഫ്രഷ് ആവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇടയിൽ കുറച്ച് ബ്രേക്സ് എടുത്തെടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്സ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്പേഴ്സ്, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഡൈനാമിക്സ് ഓഫ് ബിസിനസ്, പ്രിപ്പയർ വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് കോൺഫിഡൻസ്. അതായത് കൊമേഴ്സ് എന്ന് പറയുന്നത് കേവലം നമ്പറുകൾ മാത്രമുള്ള ഒരു ഏരിയ അല്ല. നമ്മളുടെ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ബിസിനസിന്റെ ഡൈനാമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ക്യൂരിയോസിറ്റിയോടും കോൺഫിഡൻസോടും കൂടി വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കറിയാം കൊമേഴ്സ് എന്ന് പറയുന്ന ഫീൽഡ് എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് കൊമേഴ്സ് എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക്
ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയത്താണ് നമ്മളിപ്പം നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കേവലം നമ്പേഴ്സ് മാത്രമല്ല, ബിസിനസിന്റെ ഡൈനാമിക്സ് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ക്യൂരിയോസിറ്റിയോടുകൂടിയും അതേപോലെ തന്നെ കോൺഫിഡൻസോടുകൂടിയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇനിയുള്ള ടൈം നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന് യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടും. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജസും ഇൻസ്റ്റഗ്രാം ചാനൽസും ഉണ്ട്. അതേപോലെ വാട്സപ്പ് ചാനൽസും ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡേ ടു ഡേ ബേസിസിൽ എല്ലാ അപ്ഡേറ്റ്സും, ഇഗ്നോയിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾ ഈ ചാനൽസ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.